കോൾ ലെറ്റർ എ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ വർണ്ണശലഭങ്ങളായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. റബീഉൽ അവ്വൽ 12-ന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് നബിയെ സ്നേഹിച്ച അടിമ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ അടിമയായിരുന്നു. അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ ചന്തയായിരുന്നു ഉകാൽ ചന്ത. അവിടെ നിന്നാണ് അവരെ വാങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും സ്വന്തം മകനെ പോലെ സെയ്ദ് തങ്ങളെ വളർത്തി വലുതാക്കി. നബി തങ്ങളുടെ എല്ലാ ആവശ്യത്തിനും സെയ്ദ് കൂടെ ഉണ്ടാകും. ഉറക്കിലും ഉണർവിലുമെല്ലാം ഒരു പരിചാരകനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപാലിച്ചു. അങ്ങനെ ഇരിക്കെ ഹജ്ജ് കാലമെത്തി. തൻ്റെ നാട്ടിൽ നിന്ന ആളുകളുടെ പക്കൽ സെയ്ദ് ഒരു കത്ത് തൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഞാനിവിടെ സുഖമായിരിക്കുന്നുവെന്നും എൻ്റെ യജമാനൻ എന്നെ പൊന്നുപോലെ നോക്കുന്നുവെന്നും ആ കത്തിൽ പറഞ്ഞിരുന്നു. ഇത് കണ്ട് സെയ്ദ് തങ്ങളുടെ പിതാവ് ഹാരിസ് റളിയല്ലാഹു അൻഹുക്ക് വളരെയധികം സന്തോഷമായി. ഹാരിസ് റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരൻ കഅബിനെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിലെത്തി നബി തങ്ങളെ കണ്ടു. ഹാരിസ് പറഞ്ഞു, അല്ലയോ അൽ അമീനെ, ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടി വന്നത് ഞങ്ങളെ മകനെ മോചിപ്പിക്കാനാണ്. അതിന് എത്ര പണം വേണമെങ്കിലും തരാം. ഞങ്ങളോട് ദയ കാണിക്കുമോ? നബി തങ്ങൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ ഏക മകനാണ് എൻ്റെ അടുക്കലുള്ളത്. ഹാരിസ് പറഞ്ഞു, അങ്ങയുടെ പരിചാരകനായ സെയ്ദ് എൻ്റെ മകനാണ്. അങ്ങേക്കു വേണ്ടി ഞാൻ അവനെ വിളിക്കാം. അവൻ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പണം നൽകാതെ തന്നെ കൊണ്ടുപോവാം. ഇനി അവൻ എന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ അല്ലാഹു ആണ് സത്യം. എന്നോടൊപ്പം അവൻ താമസിക്കാൻ ആഗ്രഹിച്ചാൽ ഞാനത് എതിർക്കുകയുമില്ല. വന്നവർക്ക് വളരെയധികം സന്തോഷമായി. അവർ പറഞ്ഞു, അങ്ങ് മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. വളരെ നല്ല തീരുമാനം. നബി തങ്ങൾ സെയ്ദ് തങ്ങളെ അരികിലേക്ക് വിളിച്ചു. മോനെ, ഇവരെ നീ അറിയുമോ? അതെ, ഇതെന്റെ ഉപ്പയും മൂത്താപ്പയുമാണ്. ഇത് കേട്ട് ഹാരിസ് റളിയല്ലാഹുവിനും കഅബിനും സന്തോഷമായി. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, മോനെ, ഇവർ നിന്നെ മോചിപ്പിച്ചു കൊണ്ടുപോവാനാണ് വന്നത്. മോൻ ഇവർക്കൊപ്പം പോകുന്നോ? കുറച്ചു നേരം ഹാരിസും കഅബും തമ്മിൽ നോക്കി നിന്നു. പിന്നെ സെയ്ദിനെ തന്നെ നോക്കി നിന്നു. സെയ്ദ് ഒരു സംശയം പ്രകടിപ്പിക്കാതെ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങയെ വിട്ട് എവിടേക്കും പോകുന്നില്ല. ഹാരിസും കഅബും ഞെട്ടി. സ്നേഹിച്ചു ലാളിച്ചു വളർത്തിയ മകൻ ഇന്നിതാ മക്കയിലെ മുഹമ്മദിന്റെ അടിമയായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പലതും വിളിച്ചു പറയാൻ തുടങ്ങി. സെയ്ദേ, നീ നശിക്കട്ടെ. നിന്റെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും അടിമത്തത്തെയാണോ നീ തിരഞ്ഞെടുക്കുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ നിനക്ക് മോഹമില്ലേ? ഇതെല്ലാം കേട്ടു നിന്ന് സെയ്ദ് പതിയ സ്വരത്തിൽ പറഞ്ഞു, ഉപ്പ, ഞാൻ ഈ വ്യക്തിത്വത്തെ വിട്ട് എവിടേക്കും പോകുന്നില്ല. ഞാൻ ഈ വ്യക്തിത്വത്തിൽ പലതും കാണുന്നുണ്ട്.
ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് പിരിയാൻ ആവില്ലെന്ന് ഹാരിസ് തിരിച്ചറിഞ്ഞു. നബി തങ്ങൾ സെയ്ദിനെയും കൂട്ടി മക്കയുടെ കഅബയുടെ അങ്കണത്തിലേക്ക് നടന്നു. അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, പ്രിയ നാട്ടുകാരെ, ഖുറൈശ് കുടുംബമേ, ഇവൻ സെയ്ദ്, ഹാരിസയുടെ പുത്രൻ. ഇവനെ ഞാൻ ദത്തുപുത്രനായി പ്രഖ്യാപിക്കുന്നു. എന്റെ അനന്തരസ്വത്തിൽ ഇവനും ഇവന്റെ അനന്തരസ്വത്തിൽ ഞാനും അവകാശികളായിരിക്കും. ഇത് കേട്ട് ഹാരിസ് റളിയല്ലാഹുവിനും കഅബിനും സന്തോഷമായി. ഹാരിസ് തന്റെ സഹോദരൻ കഅബിനെയും കൂട്ടി തന്റെ നാട്ടിലേക്ക് പുറപ്പെട്ടു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നബി തങ്ങൾ തന്റെ അടിമയോട് കാണിച്ച സ്നേഹം, അടിമ തിരിച്ചും നബിയെ സ്നേഹിച്ച രൂപം. അല്ലാഹു തആല നബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന വാക്കുകളൂടെ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഥ പറയാ